എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളുടെ അടക്കം 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ജൂനിയർ NTRന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ദേവര പാർട്ട് 1. തിയേറ്ററിൽ നിന്നും ആദ്യ ദിനം മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ. ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 50 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഗ്രോസ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം 80 കോടിക്കടുത്ത് രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ ആദ്യ ദിന ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 140 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനിലേക്ക് എത്തപ്പെട്ട സിനിമ. ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീ സെയിൽ കളക്ഷൻ വന്നിരുന്നത് 80 കോടിക്കടുത്ത് രൂപയായിരുന്നു. എന്തായാലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് മികച്ച തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത തമിഴ് സിനിമയാണല്ലോ മെയ്യഴകൻ. കാർത്തിക്, അരവിന്ദ് സ്വാമി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രേംകുമാർ സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ മെയ്യഴകൻ. മികച്ച അഭിപ്രായങ്ങൾ ആദ്യ ദിവസം മുതലേ കിട്ടിയ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയതെങ്കിൽ പോലും കളക്ഷന്റെ കാര്യത്തിൽ അത് കാണാൻ സാധിക്കുന്നില്ല. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ചിത്രം 10 ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന്റെ ഗ്രോസ് വന്നിരിക്കുന്നത്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ 1.5 കോടി 2 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടിക്ക് താഴെ രൂപ മാത്രമാണ്. അങ്ങനെ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയ മെയ്യഴകൻ എന്ന സിനിമ ഇന്നു മുതൽ മികച്ചൊരു കളക്ഷനിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അജയന്റെ രണ്ടാം മോഷണം. നിലവിൽ 16 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ARM എന്ന സിനിമയുടെ 16 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിയോളം രൂപയാണ് ചിത്രം ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 16 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 45 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 80 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 12 തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ആസിഫ് അലി നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ 16 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 70 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 16 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 32 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 57 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഈ വീക്കെൻഡോട് കൂടി തന്നെ കേരള ബോക്സ് ഓഫീസിൽ 35 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 60 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.